ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ടീച്ചേഴ്സ് ക്ലബ് PCയിലേക്ക് സ്വാഗതം. ഓക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമായിട്ട് പറയുകയാണ്. ദയവായി ഈ വീഡിയോ കാണുന്നവർ ഏത് വീഡിയോ ആയാലും നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് തന്നെയാണ് ചെയ്യുന്ന, ക്ലാസ്സുകളായാലും മറ്റു കാര്യങ്ങളായാലും പരമാവധി ആഗ്രഹമുള്ളവർ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണുവാൻ ശ്രമിക്കുക. അപ്പം കാരണം ഇതിൽ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജസിലൂടെയോ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലോ കോൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ സംശയങ്ങൾക്കും മറുപടി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ പരമാവധി ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒത്തിരി വീഡിയോസ് RRBയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള PSCയുടെ HSA നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LPUP ഇൻ്റർവ്യൂ, LPUP ക്ലാസ്സുകൾ, LPUP ലോങ് ടേം ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ തുടരുകയാണ്. ഓക്കെ, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും തന്നെ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് അറിയിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമുള്ള ഈ ടീച്ചേഴ്സ് വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എല്ലാ അപ്ഡേഷനും ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാ അപ്ഡേഷൻസും കറക്റ്റ് സമയത്ത് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓണാക്കി വയ്ക്കുക. ഓക്കെ, അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ RRB ടീച്ചർ കഴിഞ്ഞ ലാസ്റ്റ് ടൈം വിളിച്ചിരിക്കുന്നത് 2019 അപ്പോൾ 2019 ഇത്രയും വേക്കൻസികൾ വിളിച്ചിട്ടില്ലായിരുന്നു. ഇത്രയും കാറ്റഗറിക്കും അഡ്മിഷൻസ് ഇല്ലായിരുന്നു. ചില കാറ്റഗറികൾ, ചിലതിൽ അൺറിസർവ്ഡ് ഒട്ടും തന്നെ വേക്കൻസി ഇല്ല, SC മാത്രമേ ഉള്ളൂ, ചിലതിൽ OBC മാത്രമേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്. അപ്പം ആ നടന്ന എല്ലാ പരീക്ഷകളിൽ നിന്നും ആവറേജ് ആയിട്ട് കട്ട് ഓഫ് കണക്കാക്കി എടുത്തിട്ട് അതിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, ഇനി നമുക്ക് 2025 നമ്മൾ കടക്കുമ്പോഴത്തേക്ക് 2025 എക്സാം എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കട്ട് ഓഫ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ വീഡിയോയിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ വീഡിയോ തീർക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പം 2019 ഓക്കെ, അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ഈ RRB ടീച്ചറിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് തവണ പറഞ്ഞതാണ്, ഒന്നും കൂടി പറയുകയാണ്. റിട്ടൺ ടെസ്റ്റ്, CBT എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതുപോലെ തന്നെയാണ് ടീച്ചിങ് സ്കിൽ ടെസ്റ്റും ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമുക്കറിയാം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ നമ്മളെ പ്രൊഫഷണബിലിറ്റി, അതുപോലെ തന്നെ ബാക്കിയുള്ള മാത്സ്, മെൻ്റൽ എബിലിറ്റി, റീസണിങ്, ജനറൽ നോളേജ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി 50 മാർക്ക് നിൽക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ TST എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടി നിങ്ങൾക്ക് ഉണ്ട്. TST അത് പാസ്സായി കഴിഞ്ഞാൽ TST, പക്ഷേ നോർമലൈസേഷനാണ്. TST എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടി, ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതൊരു 15-30 മിനിറ്റ് നടത്തുന്ന ഈ ഒരു എക്സാം. ഓക്കെ, ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 85% എന്ത് ചെയ്യുന്നത് റിട്ടൺ ടെസ്റ്റിലും 15% നമ്മുടെ ടീച്ചിങ് സ്കിൽ ടെസ്റ്റും കൂടെ ചേർത്തിട്ടാണ് നിങ്ങളുടെ കട്ട് ഓഫ് ഒക്കെ നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാ ടീച്ചേഴ്സിനും റിട്ടൺ ടെസ്റ്റിൻ്റെ വെയിറ്റേജ് നിങ്ങളുടെ ചില അതായത് ഇപ്പം മ്യൂസിക് ടീച്ചറൊക്കെ ആണെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് ഉണ്ട്. നമുക്ക് PGT, TGT, PRT ഇതിന് സ്കിൽ ടെസ്റ്റും അതുപോലെ തന്നെ CBT മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 60:25:15 ഈ ഒരു റേഷ്യോയിലാണ് നമ്മുടെ കട്ട് ഓഫ് ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കട്ട് ഓഫിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് മിനിമം പെർസെൻറ്റേജ് എലിജിബിലിറ്റി ആകാനായിട്ട് മിനിമം, ഇത് നമ്മുടെ CBTയിലാണ്, നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 100 മാർക്ക് നടത്തുമ്പോൾ അതിൽ മിനിമം എലിജിബിലിറ്റി അൺറിസർവ്ഡിന് 40%, EWSന് 40%, OBC നോൺ ക്രിമിനൽ വെച്ച് അപ്ലൈ ചെയ്തവർക്ക് 30% മാർക്ക് മതി. അതായത് 100ൽ 30 മാർക്ക് വാങ്ങിച്ചാൽ മതി. SC ആണെങ്കിലും 30%, ST 20%. ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആരെങ്കിലും PWD ഉണ്ടെങ്കിൽ, അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 മാർക്സ് എന്ത് ചെയ്യുന്നു അതിൽ കൂട്ടി
നൽകുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കട്ട് ഓഫിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2019-ലും ഇനി നടക്കാൻ പോകുന്ന 2025-ലെയും കട്ട് ഓഫ് മാർക്കുകൾ എത്രയായിരിക്കും, പരമാവധി എത്രയായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ എക്സാം ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എന്നാകും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു കാര്യം പറയുന്ന സമയത്ത് ഓക്കെ, നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ ബാച്ച്, ഓക്കെ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ബാച്ച് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ, അതായത് മിക്കവാറും വെനസ്ഡേയോ തേഴ്സ്ഡേയോ ഒക്കെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അതായത് നമ്മുടെ ആദ്യ സെക്ഷനിലെ 50 മാർക്കിൻ്റെ ഫസ്റ്റ് സെക്ഷനിലെ 50 മാർക്കിൻ്റെ പ്രൊഫഷണൽ എബിലിറ്റി, അതായത് ഫിലോസഫി അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സൈക്കോളജി, ഓക്കെ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 50 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 50 മാർക്കിന് എല്ലാവർക്കും, എല്ലാ കാറ്റഗറിക്കും, PGT ആയാലും TGT ആയാലും PRT ആയാലും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മെയിൻ ക്ലാസ്സുകളും പിന്നെ ബാക്കിയുള്ള പോർഷനിൽ നിന്നുള്ള മെയിനായിട്ടുള്ള ഏരിയസും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ LP-UP പോലെ തന്നെ വരുന്ന ക്ലാസ്, സെപ്പറേറ്റ് ക്ലാസ്, അത് ഓൺലൈൻ ക്ലാസ് ആണ്. അത് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് പ്ലസ് ലൈവ് ആണ്. അതായത് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ആ ലൈവ് ക്ലാസ്സുകളെ റെക്കോർഡും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ PDF നോട്ട്സുകൾ നമ്മുടെ ക്ലാസ്സുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടെ ചേർത്താണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നോട്ട്സുകൾ നിങ്ങൾക്ക് പരമാവധി ഇംഗ്ലീഷിലായിരിക്കും തരുന്നത് കൂടുതലും. കാരണം റെയിൽവേ ഒക്കെ എഴുതാൻ പോകുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആയിരിക്കും. ചിലപ്പോൾ ചില വാക്കുകളൊന്നും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല മലയാളത്തിലെ. അതുകൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ പഠിക്കണം. എളുപ്പമുള്ള എക്സാംസ് ആണ്. നമ്മൾ PSCയുടെ എക്സാം പോലെയല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 50% ഓഫറാണ്. നമ്മുടെ 1200 രൂപയുടെ കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെറും 599 രൂപ. ഓക്കെ, 599 രൂപയാണ് നിങ്ങളുടെ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 599 രൂപ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പ്രൊഫഷണബിലിറ്റി മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ക്ലാസ്. ഓക്കെ, നോട്ട്സ്, കാര്യങ്ങൾ, റെക്കോർഡ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വാട്സപ്പിൻ്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ നമ്പറിൽ വിളിച്ചോ നമ്പർ വഴിയൊക്കെ മെസ്സേജ് അയച്ച്, വാട്സപ്പ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അപ്പം ഞാൻ ആ കട്ട് ഓഫിലേക്ക് വരികയാണ്. ഓക്കെ, കട്ട് ഓഫിലേക്ക് വരുമ്പോൾ ഞാൻ 2 രീതിയിലാണ് കട്ട് ഓഫ് പറയുന്നത്. ഒന്ന്, ഒരു സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അലഹാബാദ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ കഴിഞ്ഞ 2019 എക്സാം നടന്നപ്പോൾ ഉണ്ടായ ഒരു കട്ട് ഓഫും, കോമൺ ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ RRBകളിലൂടെയും മാർക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് വെച്ചിട്ടുള്ള ഒരു കട്ട് ഓഫുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. അതിൽ അലഹാബാദിൽ 2019 PGT ബയോളജി ഇംഗ്ലീഷ് മീഡിയം മെയിൽ വിളിച്ച സമയത്ത് കട്ട് ഓഫ് SCക്ക് 60.55 ആയിരുന്നു. PGT ഇംഗ്ലീഷ് മെയിലിന് കട്ട് ഓഫ് 64.41 ആയിരുന്നു. പേടിക്കേണ്ടത് കേട്ടിട്ട്. ഓക്കെ, ഇത് അവിടുത്തെ ഒരു വലിയ കട്ട് ഓഫ് ഞാൻ പറയുകയാണ്. അവിടുത്തെ ഒരു വലിയ കട്ട് ഓഫ്, ഈ ഒരു കട്ട് ഓഫ് മാത്രം ഏറ്റവും കൂടുതലായിട്ട് വന്നൊരു കട്ട് ഓഫ്. അതുകൊണ്ടാണ് ഇത് സ്പെഷ്യലായിട്ട് എടുത്തിട്ടത്. അതുപോലെ തന്നെ PGT ഇംഗ്ലീഷ് ഫീമെയിൽ 54.5. അതുപോലെ തന്നെ PGT ജിയോഗ്രഫി OBC 52.16. അതുകൂടാതെ തന്നെ PGT പൊളിറ്റിക്കൽ സയൻസ് ഫീമെയിൽ ST 50.8. PGT കമ്പ്യൂട്ടർ സയൻസ് 56.4. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടർ സയൻസിന് 56 ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും കമ്പ്യൂട്ടർ സയൻസ് നല്ല കട്ട് ഓഫ് ആയിരുന്നു. അത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഓക്കെ, TGT, അടുത്ത TGT ആണ്. TGT കമ്പ്യൂട്ടർ സയൻസ്
OBC 69.3. അതുപോലെ തന്നെ TGT ഹോം സയൻസ് ഫീമെയിൽ 50.18. TGT സോഷ്യൽ സയൻസ് OBC 49.71. അതുപോലെ തന്നെ പിന്നെ അസിസ്റ്റൻറ്റ് മിസ്ട്രസ്, അസിസ്റ്റൻറ്റ് ടീച്ചർ വിളിച്ചല്ലോ, അത് അൺറിസർവ്ഡ് 74.16, OBC 71.28, SC 46.1. ഓക്കെ, ഇതായിരുന്നു ആ ഒരു സംസ്ഥാനത്ത് അലഹാബാദ് എന്ന് പറയുന്ന RRBയിൽ വിളിച്ചപ്പോൾ ഉണ്ടായ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതല്ല യഥാർത്ഥ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. RRB വിളിച്ചപ്പോഴുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതായിരുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പം ശരിയായിട്ടുള്ള കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2019 വിളിക്കുമ്പോഴത്തേക്ക് എല്ലാ RRBയിലും എല്ലാ പോസ്റ്റുകളും അവൈലബിൾ അല്ലായിരുന്നു. ഓക്കെ, അതിൽ നോർമലായിട്ട് അപ്പം നോർമലൈസ് ചെയ്ത് ഞാൻ പറയുകയാണ്. ആ കട്ട് ഓഫ് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു RRBയിലെ കട്ട് ഓഫ് വെച്ചാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ നോർമലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ബയോളജി വിളിച്ചപ്പോൾ നോർമലായിട്ട് SC കാറ്റഗറി ആയിരുന്നു വിളിച്ചത്. SC. PG ടീച്ചർ ബയോളജി SC കാറ്റഗറിയാണ് വിളിച്ചത്. അത് 50.6 ആയിരുന്നു കട്ട് ഓഫ്. 50.6 ആയിരുന്നു. വേറെ ഒരു കാറ്റഗറിയും വിളിച്ചിട്ടില്ലായിരുന്നു. SC മാത്രമായിരുന്നു. ST ഇല്ല, OBC ഇല്ല, EWC ഇല്ല, അൺറിസർവ്ഡ് ഇല്ല. അത് 50.6 ആയിരുന്നു SCയുടെ കട്ട് ഓഫ്. ഓക്കെ, കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊള്ളുക, ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ CBT 100 മാർക്കിനുള്ള CBT എക്സാമും അതിൽ 30% മതി. ആ എക്സാമും പിന്നെ ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് അല്ലേ, TST എന്ന് പറയുന്ന ടീച്ചിങ് സ്കിൽ ടെസ്റ്റും കൂടെ വാങ്ങിച്ച മാർക്ക് വെച്ചിട്ടാണ് ഈ 50.6 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് OBC ആയിരുന്നു. PG ടീച്ചർ ഇംഗ്ലീഷ്. ഓക്കെ, PG ടീച്ചർ ഇംഗ്ലീഷിന് 51.6 ആയിരുന്നു. PG ടീച്ചർ ഇംഗ്ലീഷ് 51.6 ആയിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മെയിലും ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഫീമെയിലും ഉണ്ടായിരുന്നു. ഇത് ഇംഗ്ലീഷ് മെയിലിൻ്റെ മാർക്കാണ്. ഇംഗ്ലീഷ് ഫീമെയിലിനാണെങ്കിൽ OBC 48 ആയിരുന്നു കേട്ടോ. OBC 48 ആയിരുന്നു ഫീമെയിലിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, കഴിഞ്ഞ 2019 കട്ട് ഓഫ് PG. ഓക്കെ, PG ടീച്ചറിൻ്റെ. അടുത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ PG ടീച്ചർ ജിയോഗ്രഫി. ഓക്കെ, PG ടീച്ചർ ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ അതും OBC മാത്രമേ ഉള്ളായിരുന്നു. OBC ജിയോഗ്രഫിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ 44.6 മാർക്കായിരുന്നു. 44.6 ആയിരുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, പിന്നെ വേറെ പൊളിറ്റിക്കൽ സയൻസ് PG ടീച്ചർ പൊളിറ്റിക്കൽ സയൻസ് വളരെ ലോ മാർക്കായിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് 36 മാർക്കായിരുന്നു കട്ട് ഓഫ് കേട്ടോ. 36 മാർക്കായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. PG only 36 ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ കട്ട് ഓഫ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ കട്ട് ഓഫ് വളരെ ലോ കട്ട് ഓഫ് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം നമുക്ക്. അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ജിയോഗ്രഫി. ഞാൻ ഇനി കാറ്റഗറി ബേസ് പറയുന്നില്ല, നോർമലായിട്ട് നോക്കിയാൽ നിങ്ങൾ PG ടീച്ചർ ജിയോഗ്രഫി എന്ന് പറയുന്നത്, PG ടീച്ചർ ജിയോഗ്രഫിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 44.6 ആയിരുന്നു. PG ജിയോഗ്രഫി 44.6 ആയിരുന്നു. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ശ്രദ്ധിച്ചോളണേ. PG ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ്, ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. PG ടീച്ചർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 68 ആയിരുന്നു. PG കമ്പ്യൂട്ടർ ടീച്ചറിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം നമ്മൾ നേരത്തെ പൊളിറ്റിക്കൽ സയൻസ് 36 പറഞ്ഞത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഹോം സയൻസിൻ്റേത്
ഹോം സയൻസ് 44.3 ആയിരുന്നു. ഹോം സയൻസ് 44.3 ആയിരുന്നു. ഹിന്ദി എന്ന് പറയുന്നത് ഹിന്ദി 30.66 ആയിരുന്നു. ഹിന്ദി 30.66. അതുപോലെ തന്നെ പിന്നെ ഏകദേശം ഇത്രയും പോസ്റ്റുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് വിളിച്ചിരുന്നത് ഇത്രയും പോസ്റ്റാണ്. ഈ ഇത്രയും പോസ്റ്റുകൾക്കാണ് 2019 വേക്കൻസികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫൊക്കെ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണ് 68 മാർക്ക് എന്ന് പറയുന്ന ഒരു കട്ട് ഓഫിലേക്ക് നിൽക്കുന്നത്. ബാക്കിയെല്ലാം 50-ന് താഴെ നിൽക്കുന്ന കട്ട് ഓഫുകളാണ് ആ ഒരു റേഞ്ചിൽ വന്നിരിക്കുന്നത്. 50-ന് താഴെ അല്ലെങ്കിൽ 55 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. 55 എന്ന് പറഞ്ഞ കട്ട് ഓഫ് കുട്ടിക്ക് 55 അല്ലെങ്കിൽ 55 to 60 ആയിരുന്നു 2019 കട്ട് ഓഫ് എന്ന് പറയുന്നത് 55 to 60 ആയിരുന്നു. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ 2025 ഇത്രയും വേക്കൻസി, ഒരുപാട് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ 2019 പോലെയല്ല, ഒത്തിരി 1300ഓളം വേക്കൻസികൾ, ടീച്ചിങ് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. അതിൽ TGT, PGT, PRT എന്ന് പറയുന്നത് ഏകദേശം 790 പോസ്റ്റുകളാണ് ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് അനുമാനിക്കാം, പ്രതീക്ഷിക്കാം. അതായത് എല്ലായിടത്തു നിന്നും അറിയാൻ കഴിഞ്ഞത്, നോർമലായിട്ട് അറിയാൻ കഴിഞ്ഞത് കട്ട് ഓഫ് എന്ന് പറയുന്നത് നിലവിൽ 2025 കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 60-65 റേഞ്ച് ആയിരിക്കും. ഏകദേശം എല്ലാത്തിൻ്റെയും ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 60-65 റേഞ്ച് ആയിരിക്കും എല്ലാത്തിൻ്റെയും ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അപ്പം ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീസാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയും അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി നേരത്തെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കോഴ്സ് ബുധനോ വ്യാഴോ സ്റ്റാർട്ട് ചെയ്യും. 599 ആണ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, 599 ആണ് ഫീ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ, അതിലേക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ വാട്സപ്പ് ചെയ്തോ. അതായത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 77 36 75 0473 എന്ന് പറയുന്ന നമ്പറാണ്. 73 എന്ന് പറയുന്ന നമ്പറാണ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ. ഓക്കെ, ഈ നമ്പറിൽ ജസ്റ്റ് വിളിക്കുവാനുള്ള നമ്പറാണ് 9847880473. ഓക്കെ, ഇത് കോൾ ചെയ്യാനാണ്. ഇതാണ് വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത്, വാട്സപ്പ് നമ്പർ. ഓക്കെ, ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിങ്ക് വഴി ജോയിൻ ചെയ്യുകയോ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ഇനി ഒരു പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സാം, അത് ഞാൻ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യും. എന്നാലും ഇവരുടെ ലാസ്റ്റ് റെയിൽവേയുടെ അപ്ഡേഷൻ, ലാസ്റ്റ് റെയിൽവേ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് റെയിൽവേ അപ്ഡേറ്റ് ചെയ്ത് ലാസ്റ്റ് എക്സാമിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ പറയുന്ന ഒന്നാണ്. അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഈസ് സെറ്റ് ടു ബി കംപ്ലീറ്റഡ് ബൈ ഓഗസ്റ്റ് 2025. അതായത് നമ്മുടെ എക്സ്റ്റൻഷൻ ഡേറ്റ് വരുന്നതിന് മുമ്പ്. ഓക്കെ, അതായത് 6-ാം തീയതി ആയിരുന്നു, 6/2/2025 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ അയക്കാൻ ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ അത് മാറ്റിയിട്ടാണ്, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് 16-ാം തീയതി ഇന്നലെ വരെ ഉള്ള ഡേറ്റ് ഇട്ടത്. 16/2/2025 വരെയുള്ള ഡേറ്റ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് ഈ 6/2/2002 ആയിരുന്നപ്പോൾ അവർ ലാസ്റ്റ് കൊടുത്ത ഒരു അപ്ഡേഷനാണ് ഓഗസ്റ്റ് 2025 മുമ്പ് ഈ കംപ്ലീറ്റ് പ്രോസസ്സും പൂർത്തിയാക്കും. കാരണം നമുക്ക് 2 സെക്ഷനായിട്ട് എക്സാം ഉണ്ട്. എല്ലാ RRBയിലും ഒരുമിച്ചല്ല എക്സാം നടക്കുന്നത്. ഓക്കെ, CBT ഉണ്ട്, ടീച്ചിങ് സ്കിൽ ടെസ്റ്റും ഉണ്ട്. ഓക്കെ, രണ്ടിനും കൂടെ ചേർത്തിട്ടാണ് കട്ട് ഓഫ് ഒക്കെ നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓഗസ്റ്റിന് മുമ്പ് ഈ കംപ്ലീറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഈ റെയിൽവേയുടെ എല്ലാ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകളും, അതായത് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും അതിന് 2-3 മാസം മുമ്പ് എക്സാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെയിൽവേ പറയുന്നത് ഇങ്ങനെയാണ്.
അന്ന് വളരെ കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളായിരുന്നു. ഏകദേശം വളരെ കുറച്ച് ആപ്ലിക്കൻസ് 37,000 സംതിങ് ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു ആ സമയത്തുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അതായത് ഏപ്രിൽ തുടങ്ങി എക്സാം, ഏപ്രിൽ തുടങ്ങി മെയ് ഫസ്റ്റ് വീക്ക് ഏപ്രിൽ തുടങ്ങി മെയ് ഫസ്റ്റ് വീക്കിന് എക്സാം അവസാനിപ്പിക്കും, എക്സാം കംപ്ലീറ്റ് ചെയ്യും എന്നാണ് റെയിൽവേ ആദ്യം നോട്ടിഫൈ ചെയ്തത്. ഇപ്പോഴും അതേ ഒരു സെയിം ലെവൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഏപ്രിൽ മെയ് അപ്പം നമുക്ക് കിട്ടുന്നത്, നമുക്ക് പഠിക്കാൻ, നിങ്ങളിപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടില്ലാത്തവർ, നമ്മളിപ്പോൾ LP UP ഒക്കെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവർ ശ്രദ്ധിക്കാനുള്ളത് ഏപ്രിൽ മെയ്, ഇപ്പം ഫെബ്രുവരി ആണ്, മാർച്ച്, ഏപ്രിൽ, മെയ്, അപ്പോൾ 2 മാസം ടോട്ടലായിട്ടൊരു മൊത്തം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 3 മാസം അല്ലെങ്കിൽ ഒരു 2 മാസം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് മതി, ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് മതി. ഓക്കെ, ആ പ്രൊഫഷണബിലിറ്റി നന്നായിട്ട് പഠിച്ചെടുക്കുക. പിന്നെ ബാക്കിയെല്ലാം 10 മാർക്കിനുള്ള മാത്സ്, മെൻ്റൽ എബിലിറ്റി, GK പോലുള്ള പോർഷൻസ് ആണ്. അത് വളരെ സിമ്പിളായിട്ട് ഒരു റെയിൽവേയുടെ ബേസിൽ നിന്ന് നോക്കിയാൽ മാത്രം മതി. വളരെ PSCയുടെ, നമ്മുടെ LDCയുടെ ഒക്കെ സെയിം മാത്സും മെൻ്റൽ എബിലിറ്റിയും റീസണിങ്ങും ഒക്കെയാണ്. കുറച്ച് ചെറിയ ചെറിയ സ്റ്റെപ്സും കൂടി കൂടുതൽ പഠിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ലാസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പം മെയ്യിൽ എന്ത് ചെയ്യും, മെയ് ഫസ്റ്റ് വീക്കിലോ ലാസ്റ്റ് വീക്കിലോ ഒക്കെ എക്സാം അവസാനിപ്പിക്കാനാണ് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റോട് കൂടി ഇതിൻ്റെ റിസൾട്ട് എല്ലാം പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്മിഷൻ, അതായത് മീൻസ് പോസ്റ്റിംഗ് ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി പോസ്റ്റിംഗ് നടത്തുമെന്നാണ് റെയിൽവേ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 60-65 ആ ഒരു ലെവലിലാണ് കട്ട് ഓഫ് വരാനായിട്ടുള്ള സാധ്യത. ഇനി അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ 70 എന്നൊക്കെ പറയുന്നത് വളരെ ലോ കട്ട് ഓഫ് ആണ്. RRBയെ സംബന്ധിച്ചിടത്തോളം, RRB ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ കട്ട് ഓഫ് ആണ് ഈ 70 എന്നൊക്കെ പറയുന്നത്. ആ ഒരു സിലബസും ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് വർക്ക് ചെയ്ത്, ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ളവർ നന്നായിട്ട് വർക്ക് ചെയ്ത് കൊള്ളുക. ഓക്കെ, ഒരു പോസ്റ്റ് ആണെങ്കിൽ ഒരു പോസ്റ്റ്, ഓക്കെ, അത് നമുക്ക് തന്നെ എന്നുള്ളൊരു ആലോചനയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ PSCയിൽ ഒരുപാട് എക്സാംസുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഇത് ഉപകരിക്കും. ഓക്കെ, ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതുപോലെ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻസ് ഇന്നും കൂടി ഫീസ് അടയ്ക്കാനുള്ള ടൈമുണ്ട്. ഇന്നും നാളെയും കൂടി ആപ്ലിക്കേഷൻ തിരുത്തുന്നതിനുള്ള ടൈമും ഉണ്ട്. ഓക്കെ, തിരുത്തുന്നതിന് 250 രൂപ ഫീ അടയ്ക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, തിരുത്താനുണ്ടെങ്കിൽ, ഓക്കെ, ഇന്നും നാളെയായിട്ട് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. 250 റുപ്പീസ് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട്, കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സംസാരിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു, നമുക്ക് ഒരു വലിയൊരു ചാകര പോസ്റ്റ്, അതായത് ടീച്ചേഴ്സിൻ്റെ സീറ്റെറ്റ് ഇല്ലാത്തവർക്കും സീറ്റെറ്റ് ഉള്ളവർക്കും ഒക്കെ ഒരു ചാകര പോസ്റ്റ് വരുന്നുണ്ട്. ഉടനെ തന്നെ നിങ്ങളെ അപ്ഡേറ്റ് KVയിലേക്ക് ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ.